عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. ഈ പവിത്രമായ മുഹറം മാസത്തിന്റെ ചിന്തകളായിട്ടും ഓർമ്മകളായിട്ടും ബനു ഇസ്രായേൽ ജനതയുടെ മോചനവും മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യവും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി അനുസ്മരിക്കുന്നുണ്ട്, നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുമായുള്ള കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അഥവാ ബനി ഇസ്രായേലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ വബഅസ്നാ മിൻഹും 12 നഖീബ, ആ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 12 നേതാക്കന്മാരെ നൽകി. വഖാലല്ലാഹു, എന്നിട്ട് ആ ജനതയോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നി മഅക്കും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എപ്പോൾ? ലൈൻ അഖംതുമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്ന കാലത്തോളം, വആതൈതുമുസ് സകാ, നിങ്ങൾ സകാത്ത് കൊടുത്തു വീട്ടുന്ന കാലത്തോളം, വആമൻതും ബിറുസുലി, എന്റെ പ്രവാചകന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്ന കാലത്തോളം, വഅസ്സർതുമൂഹും, ആ പ്രവാചകന്മാരെ നിങ്ങൾ പിന്തുണക്കുന്ന കാലത്തോളം, വഅഖറൽതുമുല്ലാഹു ഖർളൻ ഹസനാ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നല്ല നേർച്ചകൾ നീട്ടുന്ന കാലത്തോളം, ലൗകഫിറൻ അൻകും സയ്യിആതികും, അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. വല ഉദ്ഖിലന്നകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, കീഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗവും ഞാൻ നിങ്ങൾക്ക് നൽകും. ഫമൻ കഫറ ബഅദ ദാലിക മിൻകും, ഈ പറയപ്പെട്ടതിന് ശേഷം നമ്മുടെ കരാറുമായി ആരെങ്കിലും ലംഘിച്ച് ആരെങ്കിലും നിഷേധിയായി മാറിയാൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവന്റെ മടക്കം വളരെ മോശമാണ്. സൂറത്തുൽ മാഇദയിലെ 12-ാമത്തെ വചനമാണ്. അഥവാ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുമ്പ് പ്രവാചകന്മാർ വന്നിരുന്നു. ആ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് അധികവും ഈ ബനു ഇസ്രായേൽ ജനതയിലേക്കാണ്. അപ്പൊ ആരാണ് ഈ ബനു ഇസ്രായേൽ ജനത? ഖുർആനിൽ ഇത്രമാത്രം ബനു ഇസ്രായേൽ ജനതയെ കുറിച്ച് പറയുന്നുണ്ട്. യാ ബനി ഇസ്രായേൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, വീണ്ടും തന്നെ യാ ബനി ഇസ്രായേൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ഒരു സ്ഥലത്ത് അങ്ങനെ ബനി ഇസ്രായേലിനെ വിളിച്ച് പല ഘട്ടങ്ങളിലായി പടച്ച റബ്ബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോ ആരാണ് ബനു ഇസ്രായേൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നിലവിലുള്ള ഒരു ഇസ്രായേൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഇസ്രായേലും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ബനു ഇസ്രായേലും സമമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒറ്റയടിക്ക് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ അല്ല, ബനു ഇസ്രായേൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന ഒരു ജനത. ആ ജനത
പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട ഈമാനുള്ള ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന ബനി ഇസ്രായേലാണ്. അതാണ് അല്ലാഹു തആല ഇവിടെ കണ്ടീഷൻ പറഞ്ഞത്. ബനി ഇസ്രായേൽ ലഇൻ അഖംതുമുസ് സ്വലാത്ത്, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. അഥവാ നമുക്കുള്ളതുപോലെ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതുപോലെയുള്ള നിസ്കാരങ്ങൾ ബനി ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്നു. വആതീതുമുസ് സക്കാത്ത്, നമുക്കുള്ളതുപോലെയുള്ള മറ്റൊരു സക്കാത്ത് അവർക്കും ഉണ്ടായിരുന്നു. വആമൻതും ബിറുസുലി, അതേപോലെ തന്നെ പ്രവാചകന്മാർ വരുന്ന എല്ലാ പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്നുള്ള ആദർശവും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല വരുന്ന ഓരോ പ്രവാചകന്മാരെ പിന്തുണക്കുക എന്നുള്ളതും വഅഖറൽതുമുല്ലാഹു ഖർളൻ ഹസന, നാടിന് സമൂഹത്തിന് വേണ്ടി നല്ല നല്ല ധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതും ആ സമൂഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഇന്നത്തെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ പോലുള്ള ഒരു സമുദായമായിരുന്നു ബനി ഇസ്രായേൽ സമുദായം. ആ ബനൂ ഇസ്രായേൽ സമുദായത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. എന്തിനാണ് അവരെ കുറിച്ച് ധാരാളം പറയുന്നത്? അത് ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ അനുസ്മരിക്കാനും ആ കാലഘട്ടത്തിൽ നടന്നുപോയ സംഭവങ്ങളെ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണ് ബനൂ ഇസ്രായേലിനെ പറയുന്നത്. ഫഖദ് ഇത്തഫഖൽ മുഫസ്സിറൂൻ, എല്ലാ തഫ്സീറിന്റെ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങളായ ആളുകളും ഏകോപിച്ചിട്ടുണ്ട് അല അന്ന ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് ഹുവ യാക്കൂബ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാ? യാക്കൂബ് നബിയാണ്. ആരാണ് യാക്കൂബ്? ഇബ്നു ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ പുത്രനായ ആരാണ്? ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ. അപ്പോൾ ഇബ്രാഹിം നബിന്റെ മകൻ ഇസ്ഹാഖിന്റെ പുത്രൻ യാക്കൂബ്. ആ യാക്കൂബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നർത്ഥം. കമാ ദക്കറ അർ-റാസി, റാസി ഇമാം ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. വശൗക്കാനി, ഷൗക്കാനി ഇമാമും. ഇനി വബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാലോ, അഥവാ ഹുവ ദുർരിയ്യത്തുഹു, ഹും ദുർരിയ്യത്തുഹു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നി റഅയ്തു അഹദ അശറ കൗകബം വശംസു വൽ ഖമറു റഅയ്തുഹും ലി സാജിദീൻ, വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് കണ്ടൊരു സ്വപ്നത്തെ കുറിച്ച് സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. പിതാവിനോട് പറയാണ്, ഞാൻ 11 ഇന്നി റഅയ്തു അശറ കൗകബൻ, 11 കൗകബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അതേപോലെ തന്നെ ഒരു ശംസിനെയും സ്വപ്നത്തിൽ കണ്ടു എന്ന ഒരു പ്രയോഗം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നുണ്ട്. ആ 11, 11 1 12, 12ാമത്തെ യൂസുഫാണ്. 11 യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ്. അങ്ങനെ ഈ 12 മക്കൾ, ഈ 12 മക്കളിലുള്ള ആളുകളെ കുറിച്ച് പൊതുവിൽ പറയുന്ന പേരാണ് ബനു ഇസ്രായേൽ. ഈ ബനു ഇസ്രായേൽ ജനതയിലേക്കാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അതുകൊണ്ടാണ് ബനു ഇസ്രായേലിനെ പറയേണ്ടി വരുന്നത്. ഈ ബനു ഇസ്രായേൽ ജനതയിലേക്കാണ് മഹാനായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അതുകൊണ്ടാണ് ബനു ഇസ്രായേലിനെ പറയേണ്ടി വരുന്നത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ ഈ ബനു ഇസ്രായേൽ ജനതയിൽ നിന്ന് വന്ന പ്രവാചകന്മാരാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും വരുമ്പോഴും അവർക്ക് ആ സമൂഹത്തിൽ വലിയ വലിയ ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ ഉത്തരവാദിത്വം ബനു ഇസ്രായേൽ കൊടുക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തനവും വിപ്ലവവും ബനു ഇസ്രായേലിന്റെ മോചനവും ഒക്കെ ഈ മുഹറം മാസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.